മാറ്റിവെച്ച ദിനം. 1974 ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയാണ് ഈ ദിനാചരണത്തിന് തുടക്കം കുറിച്ചത്. പരിസ്ഥിതി പ്രശ്നങ്ങളെ കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കാനും കർമ്മ പരിപാടികൾ ആസൂത്രണം ചെയ്യാനുമാണ് പരിസ്ഥിതി ദിനം നാം ആചരിച്ചു വരുന്നത്. ആദ്യ ലോക പരിസ്ഥിതി ദിനത്തിന്റെ വിഷയം ഒരു ഭൂമി മാത്രം എന്നതായിരുന്നു. ഓരോ വർഷവും ഓരോ വ്യത്യസ്തമായ സന്ദേശവും വ്യത്യസ്തമായ രാജ്യങ്ങളുമാണ് ലോക പരിസ്ഥിതി ദിനത്തിന് തിരഞ്ഞെടുക്കുന്നത്. ഈ വർഷത്തെ പരിസ്ഥിതി ദിന സന്ദേശം ഭൂമി പുനഃസ്ഥാപിക്കൽ, ഭൂവൽക്കരണ വരൾച്ച എന്നതാണ്. ഈ വർഷം സൗദി അറേബ്യയിലാണ് പരിസ്ഥിതി ദിനാചരണം ആഘോഷിക്കുന്നത്. ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ ജീവജാലങ്ങൾക്കും ശുദ്ധവായുവും ശുദ്ധജലവും ഉറപ്പുവരുത്തുക എന്നതാണ് ലക്ഷ്യം. എന്നാൽ എന്താണ് നമ്മുടെ നാടിന്റെ ഇന്നത്തെ അവസ്ഥ? 6 മുനിസിപ്പൽ കോർപ്പറേഷനുകൾ, 87 മുനിസിപ്പാലിറ്റികൾ, 941 ഗ്രാമപഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന കേരളം ദിവസേന 2000-ൽ പരം ടൺ മാലിന്യമാണ് ഉത്പാദിപ്പിച്ച് നമ്മുടെ നാടിനെ മലിനീകരമാക്കുന്നത്. ഇവയിൽ പകുതിയോളം ഗാർഹിക മാലിന്യങ്ങളാണ്. കൂടാതെ കുന്നുകൾ ഇടിച്ചു നിരത്തി വലിയ വലിയ കെട്ടിടങ്ങൾ പണിതുയർത്തുന്നതാണ് വികസനം എന്ന മിഥ്യാധാരണയിലാണ് മലയാളികൾ. വികസനം എന്ന പേരിൽ ഇങ്ങനെ നമ്മുടെ പരിസ്ഥിതിയെ മലിനമാക്കുമ്പോൾ നാം ഇരിക്കുന്ന കൊമ്പ് തന്നെയാണ് നാം മുറിക്കുന്നതെന്ന കാര്യം പലപ്പോഴും മറന്നു പോകുകയാണ്. നാം ഈ ഭൂമിയുടെ അവകാശികളല്ല, മറിച്ച് കാവൽക്കാരാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വരും തലമുറയ്ക്ക് ഈ ഭൂമിയെ യാതൊരു കോട്ടവും തട്ടാതെ ഏൽപ്പിച്ചു കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വവും കടമയുമുണ്ട്. നാടിന്റെ നന്മയും പ്രകൃതിയുടെ പച്ചപ്പും ഈ പരിസ്ഥിതി ദിനത്തിൽ ഒരു വൃക്ഷത്തൈയെങ്കിലും നട്ട് പ്രകൃതി സംരക്ഷണത്തിന്റെ ഭാഗമാകാം. പ്രകൃതി അമ്മയാണ്. അമ്മയെ മാനഭംഗപ്പെടുത്തരുതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും പരിസ്ഥിതി ദിനാശംസകൾ നേരുന്നു. നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്. Thank you, Benjamin P. Joby.